നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ കിഡിലൻ കിടുക്കാച്ചി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത്. നല്ല അടിപൊളി ഒരു കമ്പ വലട അല്ലെങ്കിൽ കരമടി വല എന്നൊക്കെ പറയൂടെ, അതിൻ്റെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളച്ചിൽ ബീച്ചാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിലുള്ള കുളച്ചിൽ ബീച്ചിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുതൽ അങ്ങോട്ട് കടലിലെ വൈവിധ്യമാർന്ന കാഴ്ചകൾ ആകാശത്ത് നിന്ന് കാണിക്കാനായിട്ട് നമ്മുടെ ഒപ്പം പുതിയൊരു അതിഥി കൂടിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ നേരെ കുളച്ചിൽ ബീച്ചിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ഒട്ടുമിക്കവരുടെയും പരമ്പരാഗതമായ രീതിയിലുള്ളൊരു മീൻപിടുത്തമാണ് നമ്മുടെ ഈ ഒരു കരമടി വല അല്ലെങ്കിൽ കമ്പ വല എന്ന് പറയുന്നത്. ഏകദേശം 10-35 പേരോളം ചേർന്നിട്ട് കരയിൽ നിന്ന് വലിച്ചിങ്ങനെ പയ്യെ കടലിൽ നിന്ന് കയറ്റുന്ന ഒരു വലയാണ് നമ്മുടെ ഈ ഒരു കരമടി വലയെന്ന്. ഓരോ നാടുകളിലും പല രീതിയിലായിരിക്കും മീൻപിടുത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ ഒരു പണി, എറണാകുളം ജില്ലയിൽ ഈ ഒരു പണി അങ്ങനെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, നമുക്കറിയാത്തതുകൊണ്ടാണ്. കൂടുതലായിട്ടും തെക്കൻ സ്ഥലങ്ങളിൽ, അതായത് കൊല്ലം, തിരുവനന്തപുരം, കന്യാകുമാരി, കുളച്ചിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു പണി ആക്റ്റീവാണ്, ഇഷ്ടം പോലെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ വള്ളവും വലയായിട്ട് നമ്മുടെ വല വിരിക്കാനായിട്ട് ചേട്ടന്മാർ നേരെ കടലിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു കരമടിപ്പണിയുടെ വീഡിയോ പലരും കാണിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീച്ചിൽ നിന്ന് അല്ലെങ്കിൽ കരയിൽ നിന്നാണ് കാണിച്ചേക്കണത്. ശരിക്കും ഇത് കടലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വള്ളത്തിൻ്റെ ഒപ്പം പോകണം, അല്ലെങ്കിൽ ആകാശത്തു നിന്നുള്ളൊരു കാഴ്ച വേണം. എന്നാലേ നമുക്ക് ഈ ഒരു വല എങ്ങനെയാണ് വന്നേന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കട്ടെ. ആ ഒരു വല ഇട്ടിട്ട് പോയെങ്ങനെയുണ്ട് ഈ കാണുന്ന ഏകദേശം 2 കിലോമീറ്ററോളം ഇവർ നേരെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് പോകട്ടെ. അതായത് യമഹയൊന്നും വെച്ചല്ല, ഇവർ തുഴഞ്ഞാണ് ഈ ഒരു വല ഇങ്ങനെ ഇട്ട് പോകണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊന്തിക്കിടക്കാനായിട്ട് നമ്മുടെ ഈ ഒരു പൊന്തെന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ബോർഡ് പൊന്തെന്ന് ചില നാട്ടിൽ പറയൂട്ടെ. അങ്ങനെ ഇട്ടിട്ട് കറക്കിതേ ഇതുപോലെ ഇങ്ങനെ വരും. നമ്മുടെ വള്ളം വലടിക്കുന്നുണ്ടില്ല, മീനൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ ഇട്ട് കറക്കണ്. അതുപോലെ ഈ വല ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട് കണ്ട ഒരു ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർ കിടന്ന് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഈ ഒരു വലനിങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരും. ഇത് കണ്ട ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം നമ്മുടെ കരയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ വലയുടെ വേറൊരു കൈ കൊണ്ടുവന്നിട്ട് നമ്മുടെ കരയിൽ നിന്ന് വന്ന ചേട്ടന്മാരുണ്ട്. ആ ചേട്ടന്മാർക്ക് കൊടുക്കും. ഈ ചേട്ടന്മാർ നേരെ കൊണ്ടുപോയിട്ട് കരയിൽ നിൽക്കണവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ വല ഇങ്ങനെ പയ്യെ ഇങ്ങനെ വലിച്ച് കയറുന്നത്. ഇത് കണ്ട നമ്മുടെ ആ ഒരു വല നേരെ കരയിലേക്ക് ഇങ്ങനെ പയ്യെ കൊണ്ടുപോകണേണ്ട കാണുന്നത്. ചെറിയൊരു വര പോലെ കാണണേണ്ട നമ്മുടെ ആ ഒരു വല. തൊട്ടിപ്പുറം തന്നെ വേറെയും ഒരു വല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫുൾ രൂപമാണ് കാണുന്നത് നമ്മുടെ ആ ഒരു കരമടി വലയുടെ. കൊല്ലം തൊട്ട് നമ്മുടെ ഇവിടെ നിന്ന് തെക്കോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത്, അതായത് തിരുവനന്തപുരം, കുളച്ചിൽ ആ ഒരു സൈഡിലേക്ക് വരാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പാറയുള്ള കടലും അതുപോലെ തന്നെ ആഴം കൂടിയ കടലായിക്കോട്ടെ. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട അതിൻ്റെ ആ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ കിട്ടുന്ന മീനുകൾ ഫുള്ള് പാറയെന്ന് നിൽക്കുന്ന മീനുകളായിരിക്കും ഇടുന്നത്. നല്ല ടേസ്റ്റുള്ളതായിരിക്കും, വ്യത്യാസം ഉണ്ടാവട്ടെ. അപ്പോൾ അതേ ചേട്ടന്മാരിവിടെ പണി തുടങ്ങുന്നുണ്ട്, വല പിടിച്ച് കയറ്റാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ പയ്യെ ഓരോരുത്തരായിട്ട് നമ്മുടെ പണിക്ക് വന്ന് തുടങ്ങുന്നുള്ളൂ. 10-35 പേര് 40 പേരുണ്ടാവും. ഒരു സൈഡിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും 10-20 പേരോളം ഉണ്ടാവും. കാരണം 1.5 കിലോമീറ്ററോളം ദൂരത്തുനിന്ന് തന്നെ മലേൻ്റെ പേരിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്കതിനുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആമകളുണ്ടാവും, ചിലപ്പോൾ ഒട്ടുമിക്ക മീനുകളും, കുറേ മീനുകൾ കയറും. ഈ കൂട്ടത്തോടെ കിടക്കുന്ന മീനുകളൊക്കെ ഈ കരയിനോട് ചേർന്ന് നിൽക്കുന്ന മീനുകളൊക്കെ ആ ഒരു വലയിനകത്ത് വിടവില്ല. കണ്ട ആ ഒരു വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഇത് പൊന്തെന്നാണ് ഇതിനെ പറയണത്. നമ്മുടെ തെർമോക്കോളില്ലേ, ആ ഒരു പീസാണ് ഇത്. വല നമുക്ക് പൊന്തിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് വലയുടെ വ്യത്യാസം കണ്ട നല്ല കട്ടിയുള്ള ആ ഒരു റോപ്പ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചേട്ടന്മാർ ഓരോന്നായിട്ട് ഇങ്ങനെ പയ്യെ വന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു കരമടി വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. നോക്കി, അപ്പോൾ അതേ ആ ഒരു വലയുടെ ഫുൾ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ശരിക്കും ഇത് പലരും കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ നിന്ന് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ ആ ഒരു നടുക്കേ കാണുന്ന എല്ലാ മീൻകൂട്ടങ്ങളും ആ ഒരു വലയുടെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പണിയിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും 55-60 വയസ്സ് പ്രായമുള്ള ആളുകളായിരുന്നു കൂടുതലും നമ്മുടെ ഈ ഒരു പണിക്കുണ്ടായിട്ട്.
അങ്ങനെ ദേ വല ഏകദേശം അടുത്തുകൊണ്ടിരിക്കേണ്ട. അപ്പം ഇനി നമുക്ക് കയറി വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ മീനുണ്ട്, അല്ലെങ്കിൽ മീനുണ്ടാ ഇല്ലേ എന്നൊക്കെ നമുക്ക് അടുക്കാൻ നേരത്തെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എന്തെങ്കിലും വലിയ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കും തോറും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചാടിയൊക്കെ അത് രക്ഷപ്പെടാനായിട്ട് ഒക്കെ ശ്രമിക്കോട്ടെ. അപ്പോൾ അതെ വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം പ്രായമുള്ള ആളുകളാണ്, അത്യാവശ്യം പ്രായമുള്ള ആളുകളാണ് നമ്മുടെ ഈ ഒരു പണിക്ക് ഇരിക്കുന്നത്. അങ്ങനെ വല കരയോട് എത്തിയിട്ട് ഈ കരയിലേക്ക് എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വലിച്ച് കയറ്റും. കാരണം ചെറുമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തിര അടിക്കാൻ നേരത്ത് വല ഇങ്ങനെ അടുത്തേക്ക് വരും. പിന്നെ തിര റിട്ടേൺ അങ്ങോട്ട് പോകുമ്പോൾ വലയും അതിൻ്റെ ഒപ്പം പോകണ്ട. അപ്പോൾ അങ്ങനെ ഒരു കണക്കിനാണ് ഇവർ പിടിച്ച് കയറുന്നത്. ചാളയും കണ്ടാന്ന് നമ്മുടെ മത്തിയില്ലേ, മത്തി അതാണെന്നുകൊണ്ട് നമ്മുടെ ആ ഒരു വലയിൽ കിട്ടിയത്. വലിയ മീനൊരെണ്ണുണ്ട് കേട്ടോ, അത് ആ വലയിൽ കിടന്ന് പിടക്കണുണ്ട. ഇതുപോലെ ചില സമയങ്ങളിൽ നമ്മുടെ ഈ പറഞ്ഞ വലിയ മീനുകൾ കയറും, അതുപോലെ ആമകൾ കയറും. പിന്നെ ചില സമയങ്ങളിൽ തെരണ്ടിയെ കയറോട്ടെ നമ്മുടെ ഈ പറഞ്ഞ കരമടി വലയിൽ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ മത്തിയാണ്. മത്തി കണ്ട മത്തിയുണ്ട്. ഇതേ വലിയ മീൻ കിടന്ന് പടപടയെന്നും പറഞ്ഞ് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കേണ്ട. എന്ത് മീനാണെന്ന് നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. പൊതുവേ ഇപ്പം ഈ ഒരു കരമടി വലക്ക് പണി മോശമാണെന്നാണ് പറയണത്. ചില സമയങ്ങളിൽ നമ്മുടെ ഈ പറഞ്ഞ ചൂരയൊക്കെ കയറാറുണ്ടെന്നാണ് പറയണത് കൂട്ടത്തോട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വല പിടിച്ച് കയറ്റാനായിട്ട് ഭയങ്കര പാടായിരിക്കുള്ളൂ. അത് മാത്രമല്ല നമുക്കറിയാം ചൂര എന്നൊക്കെ പറഞ്ഞാൽ പെടക്കൽ നിൽക്കില്ല, ഇങ്ങനെ പട്ട എന്നും പറഞ്ഞ് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതേ ചേട്ടന്മാർ നമ്മുടെ ആ ഒരു മീൻ ഓരോന്നിനെയും കുടഞ്ഞുടഞ്ഞ് തരംതിരിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല ഇവർ നേരെ ഹാർബറിലേക്കൊന്നും കൊണ്ടുപോകില്ല. ഇപ്പോൾ വലിയ മീനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഹാർബറിൽ കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു മീനൊക്കെ ഇവിടെ തന്നെ ആളുകൾ, അവിടെ തന്നെ ഓൾമോസ്റ്റ് നിൽക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച് വരുത്തി ലേലത്തിന് വിളിച്ച് ഇവർ തന്നെ അവിടെ തന്നെ ലേലം ചെയ്യണത് കണ്ട. അപ്പോൾ അതേ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആളുകളെയൊക്കെ മീൻ കയറി കഴിഞ്ഞപ്പോൾ ലേലം വിളിക്കാൻ വേണ്ടി വിളിക്കണ ഒരു കാഴ്ചയുണ്ട് ഈ കാണണം കണ്ട. അതാണ് അവരുടെ ആ ഒരു സിഗ്നലാണ് കാണുന്നത്. തോർത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരോട്ടെ, അതായത് ഈ മീനെ ലേലം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ കിട്ടിയ മീനുകൾ മാത്രമല്ല നമ്മുടെ ഈ ഒരു വലയിനകത്ത് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുണ്ടാവും, അതുപോലെ തന്നെ കുറേ വേസ്റ്റുകളുണ്ടാവും. ഉപയോഗശൂന്യമായ മീനുകളില്ലേ, പഫർ ഫിഷൊക്കെ ഉണ്ടാവട്ടെ. അതെ ഇതാണ് നമ്മുടെ പൂമീനാണ്ട ഒരു വലിയ മീൻ നമ്മുടെ ആ ഒരു വലയിനകത്ത് ഉണ്ടായിരുന്നത് കണ്ട. അപ്പോൾ അതേ ചേട്ടന്മാരെല്ലാവരും കൂടി മീനെ ഓരോന്നായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ട. പല മീനുകളുണ്ട്. ഇതേ ഈ കാണുന്നത് നമ്മുടെ വറ്റയുണ്ട, വറ്റയാണ് ഈ കാണുന്നത്. വറ്റ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ മീനെ കടലിൽ കാണാനായിട്ട്. നമ്മുടെ വീഡിയോനകത്ത് കാണിച്ചിട്ടുള്ളതാണ് ജീവനുണ്ട്. പിന്നെ അതെ കൊഴുവുണ്ട്, കൊഴുവ കിട്ടിയുണ്ട്. കൊഴുവനെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലെ പേരാണ് ഞാനീ പറയുന്നത്. അങ്ങനെ നേരെ ഒരു തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇട്ട് ലേലം ചെയ്യണത്. അപ്പോൾ ആ ഒരു ലേലം വിളിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ശരിക്കും ഇപ്പോൾ മീൻ കുറവാണ്. ഇവർക്ക് എന്ത് മുതലാവുമെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇത്രയും പേര് ഇതിൽ പണിയെടുക്കാൻ നേരത്തിട്ട്. നമ്മുടെ ആ ഒരു വറ്റ വിളിച്ച് 2500 രൂപ കണ്ട, കൊഴുവത്ത രൂപക്കാണ് പോയെന്നറിയില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു വലിയ പൂമീനെയും കൊണ്ട് ഒരു ചേട്ടൻ നേരെ ഹാർബറിലേക്ക് നടന്നുകൊണ്ടിട്ട് ഇത് അവിടെ വിൽക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ആ ഒരു വലയിലുണ്ടായ ഏറ്റവും വലിയ മീനാണ് നമ്മുടെ ഈ ഒരു പൂമീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നേരെ ഹാർബറിൽ കൊണ്ടുപോയി വിൽക്കണേണ്. അതുപോലെ കുളച്ചിൽ ഹാർബറും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഒരു കിടിലം വീഡിയോ പുറകെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ എൻ്റെ ഏൽപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു കിടിലം വീഡിയോ കാണാം. ടാറ്റാ.